നമുക്കിന്ന് ജ്യൂസി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ബർഗർ ഉണ്ടാക്കിയെടുത്താലോ? അതിനായിട്ട് ആദ്യം തന്നെ റെഡിമെയ്ഡ് ആയിട്ടുള്ള പാറ്റിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ എടുത്ത ബണ്ണ് കുറച്ച് ചെറുതായി പോയി, എന്നാലും ആ ബണ്ണ് രണ്ടായി മുറിച്ച് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഫ്രൈ പാൻ ചൂടായി വരുമ്പോഴേക്കും ഏതെങ്കിലും ഒരു എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മളെ പാറ്റി ഓരോന്നോരോന്നായിട്ട് റെഡിഷ് ആകുന്ന വരെ നമുക്ക് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴേക്കും ബർഗറിലേക്ക് ആവശ്യമായ സ്പ്രെഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. മയോണൈസും സോസും അതോടൊപ്പം കുറച്ച് വിനാഗിരിയും ബ്ലാക്ക് പെപ്പറും കൂടിയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോഴേക്കും നമ്മൾ പാറ്റി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഓവൻ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ചെറിയൊരു ബൈറ്റിന് വേണ്ടി വീട്ടിലുണ്ടായ തക്കാളിയും കുക്കുംബറും ക്യാപ്സിക്കും കൂടി ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് അതിലിടുന്നുണ്ട്. ബർഗറിനെ ബർഗറാക്കി എടുക്കുന്ന സ്റ്റെപ്പാണ് അടുത്തത്. നമ്മൾ സ്പ്രെഡും ചെയ്ത് ഇല്ല തക്കാളിയും നമ്മളെ കുക്കുംബറും ഒക്കെ വെച്ചിട്ട് ലാസ്റ്റ് പാറ്റിയും കൂടി വെച്ച്. ഇതിൽ അടുത്ത മെയിൻ വില്ലനാ നമ്മളെ ചീസ് ഇല്ലാണ്ട് ഒരു കളിയുമില്ല. അങ്ങനെ ചീസും കൂടി വെച്ച് മുകളിൽ ബന്നും കൂടി വെച്ചിരും ഏടെങ്കിലും ഒരു ബർഗറിന്റെ ഷേപ്പ് ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ലേ? പാറ്റി ഓൾറെഡി കുക്കഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ചീസ് ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടി മാത്രമാണ് 1-2 മിനിറ്റ് ഓവണിൽ വെച്ച്. അപ്പോഴേക്ക് തന്നെ നമ്മൾ ജ്യൂസ് ആയിട്ടുള്ള ബർഗർ റെഡി ആയിട്ടുണ്ട്. നോമ്പ് ഒറിക്കുമ്പോഴൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം തന്നെയാട്ടോ ഇത്.